ഒന്ന് ചിന്തിച്ച് നോക്കുക. മറിയം അടുത്തിരിക്കുന്ന ഒരു കൂട്ടുകാരിയോടോ അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ബന്ധത്തിൽപ്പെട്ട ആരോടെങ്കിലും പോയി ഒന്ന് കൺസൾട്ട് ചെയ്തിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ പറയുമായിരിക്കും, ഇതൊക്കെ നീ കേട്ട് വിശ്വസിക്കല്ലേ, ഇതൊക്കെ കേട്ട് വിശ്വസിച്ചാൽ നിന്നെ ലോകം മുഴുവൻ തിരസ്കരിക്കും, നിന്നെ കല്ലെറിഞ്ഞ് കൊല്ലും എന്നൊക്കെ പറയുമായിരുന്നു. മറിയം തീർച്ചയായിട്ടും ആരുടെയും സ്വരം കേൾക്കാൻ പോയിട്ടില്ല. ദൈവത്തിൻ്റെ സ്വരം കേട്ടു. സംഗതി അപകടമാണ്, അത് വിശ്വസിച്ചാൽ അപകടമാണ്, അത് സ്വീകരിച്ചാൽ അപകടമാണ്. കല്ലെറിഞ്ഞു കൊല്ലുന്ന കാലമാണ്. ഭർത്താവിനില്ലാതെ കല്യാണം കഴിക്കാതെ ഒരു സ്ത്രീ ഗർഭിണിയായാൽ അവളെ വ്യഭിചാരി എന്ന് മുദ്രകുത്തും, അവളെ കല്ലെറിഞ്ഞു കൊല്ലുമെന്ന മോശയുടെ നിയമത്തിലുണ്ട്. അവളതിന് അർഹതയാണ്. ഔസേപ്പ് വിവാഹം കഴിക്കാൻ മനസ്യോദ്യം കഴിഞ്ഞ് നിൽക്കുന്ന ആ ഔസേപ്പ് അവളെ ഉപേക്ഷിക്കും, സമൂഹം അവളെ തിരസ്കരിക്കും, കുടുംബക്കാരെടുത്ത് പുറത്തിയാട്ടും, എല്ലാം ഉണ്ട്. എന്നാലും വെറും ഒരു ചെറുപ്പക്കാരി, ഒരു ടീനേജിലുള്ള ഒരു ചെറുപ്പക്കാരി ദൈവത്തിനോട് മുമ്പിൽ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ, ഇതാ ഞാൻ എന്നെ തരുന്നു, കം വാട്ട് മേ, ഹിയർ ഐ ആം ലോർഡ്, ഇതാ കർത്താവിൻ്റെ ദാസി. അത് പറയാത്ത ഒരു സ്ത്രീയും ഒരു പുരുഷനും ക്രിസ്ത്യാനിയല്ല. ഇതുകൊണ്ടാണ് ഞാൻ മറിയത്തെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും സ്നേഹിക്കുന്നതും അനുകരിക്കുന്നതും. മറിയത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ, അന്ന് കാനായിൽ വെച്ച് കല്യാണത്തിന് മറിയത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവൾ പറഞ്ഞത്, അവൻ പറഞ്ഞത് ചെയ്യാനാണ് പറഞ്ഞത്. ഷീ പോയിന്റ് ടു ജീസസ്. അത് തയ്യാറാണോ? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരുപക്ഷെ ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും യേശുവിൻ്റെ അധികാരത്തിൽ ഞാൻ ചോദിക്കുക, ആർ യു പ്രിപ്പയർഡ് ടു ഒബേ വാട്ട് ജീസസ് സെസ്? യേശു പറയുന്നത് കേൾക്കാൻ തയ്യാറാകാതെ. കാരണം നിത്യജീവൻ അവിടെയാണ്. യേശുവിനെ അറിയാൻ, യേശുവിനോട് കണ്ട മഹത്വം വേറെ ആരും എടുക്കത്തില്ല, മറിയം പോലും എടുക്കത്തില്ല. കാരണം ദൈവത്തിൻ്റെ മഹത്വം ദൈവം ആരുമായിട്ട് പങ്കുവെക്കത്തില്ല. അത് മറിയത്തിന് അറിയാതെ. ദൈവത്തിൻ്റെ മഹത്വം ആഗ്രഹിച്ച ലൂസിഫറിന് എന്നാ പറ്റിയെന്ന് മറിയത്തിനറിയാം. ഒരിക്കലും ദൈവത്തിനോട് കണ്ട മഹത്വം അവൾ ആഗ്രഹിക്കത്തില്ല. ഷീ വിൽ ഓൺലി പോയിന്റ് യു ടു ജീസസ്. അവൾ യേശുവിലേക്ക് നിന്നെ നയിക്കത്തുള്ളൂ. വചനം മാറ്റി വെച്ചിട്ട് ഉള്ള എല്ലാ പ്രാർത്ഥനയും ഭക്തിയും പ്രിയപ്പെട്ടവരെ തെറ്റാണ്. ആദം ചെയ്ത് അതാണ്. അവൻ അവൻ്റെതായ ഒരു മതം സ്ഥാപിച്ചു. ദൈവം വന്നപ്പോൾ ഓടിക്കളഞ്ഞു. അവന് ആ മരങ്ങളുടെ ഇടയിൽ ഒളിച്ചിരുന്നു, ഭയന്ന് ഒളിച്ചിരുന്നു. എന്നിട്ട് ശൂന്യത അനുഭവിക്കുക. കം ഔട്ട്. ദൈവം വിളിച്ചു, ആദം എന്ന് വിളിക്കുമ്പോൾ നീ പുറത്തേക്ക് വരിക. അവൻ വരുന്നില്ല. അവൻ പറഞ്ഞ നഗ്നനാണ്. നീ നഗ്നനെന്ന് ആര് പറഞ്ഞു എന്ന് പറഞ്ഞ് ദൈവം അവനെ പുറത്ത് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് കാണാം. അതുകൊണ്ടാണല്ലോ ദൈവം അവനെ ഒളിപ്പിച്ചത്. സോ ഈ കേം ഔട്ട്. ദൈവം അവനിൽ പ്രവർത്തിച്ചു. അവന്റെ അത്യല പറിച്ചു മാറ്റി, അവന്റെ മതം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ദൈവം അവനെ ഒളിപ്പിച്ചു. ഈ ക്ലോസ്ഡും ഓരോ മനുഷ്യനെയും വിളിക്കുമ്പോൾ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്, ഈ ബൈബിളിൽ ഞാൻ 3 പ്രധാനപ്പെട്ട വ്യക്തികളെ കാണിക്കാൻ പോവുകയാണ്. അവരുടെ ജീവിതത്തിലൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നോക്കണമേ. നമ്മൾ അവരെ കണ്ട് അവരെക്കുറിച്ച് പഠിച്ചിട്ട് അവരെക്കുറിച്ച് പ്രസംഗിക്കാനല്ല. അവരുടെ ജീവിതം നമുക്കൊരു മാതൃകയാകണം. മറിയത്തിൻ്റെ ജീവിതം നമുക്കൊരു മാതൃകയാകണം. ഇനി ഞാൻ വേറെ 3 പേരെ കാണിക്കാൻ പോവുകയാണ്. അബ്രഹാം, പുറപ്പാടിൻ്റെ 3-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ, മുൾപടർപ്പിൽ അഗ്നി ജ്വലിക്കുന്നത് കണ്ടിട്ട് മോശ ഈ അത്ഭുതം കാണാൻ ഓടിച്ചെന്നു. ചെന്നപ്പോൾ ദൈവം അവനെ വിളിച്ചു, മോസസ്, മോസസ്, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്.
മോശ അവിടെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം വന്നു, ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവമാണ്. I am the God of Abraham, of Isaac and of Jacob. പ്രിയപ്പെട്ടവരെ, സൃഷ്ടാവായ ദൈവം, സർവശക്തനായ ദൈവം എന്തിന് ഒരു മനുഷ്യൻ്റെ അഡ്രസ്സ് എടുക്കണം? ആലോചിച്ചിട്ടുണ്ടോ? എന്തിനൊരു മനുഷ്യൻ്റെ അഡ്രസ്സ് എടുക്കണം? തന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി എന്തിന് താൻ സൃഷ്ടിച്ച ഒരു മനുഷ്യൻ്റെ പേര് പറയണം? ഈസ് ഇറ്റ് നെസസറി? Why did God choose to recognize himself using the name of a man that he created? ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോവിൻ്റെ ദൈവമാണ്. എന്നിട്ട് മോശയ്ക്ക് ഒരു കൽപ്പന കൊടുക്കുകയാണ്. എൻ്റെ ജനമാകുന്ന ഇസ്രായേൽ ഈജിപ്തിൽ അടിമകളായിട്ട് കഴിയുകയാണ്. എനിക്ക് അവരുടെ കരച്ചിൽ ഞാൻ കേട്ടു. അവരെ മോചിപ്പിക്കുവാൻ വേണ്ടി മോശയോട് അങ്ങോട്ട് പോകാൻ പറയുക. അപ്പോൾ മോശ ചോദിച്ചു, ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവരെന്നോട് ചോദിക്കും, നിന്റെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തു പറയണം എന്ന് ചോദിച്ചപ്പോൾ ദൈവം കൊടുത്ത ഉത്തരമാണ് പുറപ്പാടിൻ്റെ 3-ാം അധ്യായത്തിൽ 14-15 വചനങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കുക. ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാൻ തന്നെ എന്ന് നീ ഇസ്രായേൽ മക്കളോട് പറയുക. ഞാൻ ആകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. Tell the people of Israel that I am who I am has sent you. I am the one who exists. ഞാൻ ആയിരിക്കുന്നവൻ നിന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളോട് നീ പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഇതാണ് എന്നേക്കും എൻ്റെ നാമധേയം. അങ്ങനെ സർവ പുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമധേയത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം.